നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ. ഗീതാഭാരതം എന്നുള്ള നമ്മുടെ ചർച്ചാ ക്ലാസ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഭഗവാൻ വേദവ്യാസൻ നമുക്ക് പകർന്നു തന്ന വിലമതിക്കാനാവാത്ത നിധിയാണ് ശ്രീ മഹാഭാരതം. അതിൻ്റെ ഉള്ളിൽ വരുന്നു ശ്രീമദ് ഭഗവത്ഗീത. വേദാന്ത സാര സർവസ്വമാണ് ഗീത. ഗീതയിൽ 700 ശ്ലോകങ്ങളുണ്ട്. ഉപനിഷത്ത് സന്ദേശത്തെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പകർന്നു തരുന്നവയാണ് അവയെല്ലാം. ഓരോ ശ്ലോകത്തിനും ഭഗവാൻ വേദവ്യാസൻ നൽകിയതായ കഥാമയമായ ആവിഷ്കൃതി ഒന്നു ചേർന്നതാണ് ശ്രീ മഹാഭാരതം. നമ്മൾ ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം, അതിലെ ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകൾ ഒന്നൊന്നായിട്ട് ഈ മഹാഭാരതത്തിൽ എങ്ങനെ ഏതെല്ലാം കഥാപാത്രങ്ങളിലൂടെ ഏതെല്ലാം വിധത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൽ ഒന്നിലും കൊതിയില്ലായ്മ എന്നുള്ളതായ ദൈവീ സമ്പത്തിൻ്റെ പ്രത്യേകത ചർച്ച ചെയ്തു. ആ ഒരു മാനസികാവസ്ഥ സമുന്നതമായിരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാം അനേകം ഉദാഹരണങ്ങൾ, അനേകം വ്യക്തിത്വങ്ങൾ ഈ പ്രകാരത്തിലുള്ളവർ ഇതിനകത്ത് കാണുന്നുണ്ട്, മഹാഭാരതത്തിനകത്ത്. ആ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വ്യക്തിത്വം, അതാണ് കുന്തി. പാണ്ഡവ മാതാവായിരിക്കുന്ന കുന്തിയുടെ അലോലുപ്തം അഥവാ ഒന്നിലും കൊതിയില്ലായ്മ എന്നുള്ളതായ ആ ദൈവീ സമ്പത്തിനെ നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യാനായിട്ടൊരുങ്ങി. യുദ്ധാനന്തരം യുധിഷ്ഠിര മഹാരാജാവ് ഹസ്തിനാപുരത്ത് വാണ് അരുളുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയച്ഛനായിരിക്കുന്ന ധൃതരാഷ്ട്രരും അതേപോലെ ഗാന്ധാരി ദേവിയും വലിയമ്മ, അവർ രണ്ടുപേരും കാട്ടിൽ പോയി തപസ് ചെയ്യുവാൻ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് അവർ ദാനാദി കർമ്മങ്ങളെല്ലാം ചെയ്തു പുറപ്പെടുകയായി. ആ അവസരത്തിൽ എല്ലാ ബന്ധുജനങ്ങളും അവരെ കുറേ ദൂരം അനുഗമിക്കുകയാണ്. നഗരദ്വാരം കടന്ന് കുറേ ചെല്ലുമ്പോഴേക്കും ധൃതരാഷ്ട്രൻ അവരോടെല്ലാം മടങ്ങിപ്പോകാനായിട്ട് നിർബന്ധിച്ച് പറയുന്നു. എന്നിട്ടും ആർക്കും തിരിച്ച് ഹസ്തിനാപുരത്തേക്ക് മടങ്ങിപ്പോകാൻ തോന്നുന്നില്ല. ആ അവസരത്തിൽ യുധിഷ്ഠിരൻ അമ്മയോട് പറഞ്ഞു, കുന്തിയോട് പറഞ്ഞു, അല്ലയോ അമ്മേ, അമ്മ മടങ്ങി ഹസ്തിനാപുരത്തേക്ക് വരണം. അമ്മ സഹോദരങ്ങളോടൊപ്പം, എൻ്റെ സഹോദരങ്ങളോടൊപ്പം, അമ്മയുടെ മക്കളോടൊപ്പം
ഹസ്തിനാപുരത്തേക്ക് വരണം. ഞാൻ വലിയച്ഛനെയും വലിയമ്മയെയും കാനനത്തിലേക്ക് അനുഗമിക്കുന്നുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്യം. പക്ഷേ കുന്തി ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും വഴി കാണിച്ചുകൊണ്ട് മുന്നാലെ നടക്കുകയാണ്. കുന്തിയുടെ തോളിൽ ഗാന്ധാരി പിടിച്ചിട്ടുണ്ട്. ഗാന്ധാരിയുടെ കൈയുടെ മുകളിൽ കുന്തി തൻ്റെ കൈ വച്ചിട്ടുണ്ട്. ഗാന്ധാരിയുടെ തോളിൽ പിന്നാലെ വരുന്ന ധൃതരാഷ്ട്രൻ തൻ്റെ കൈ വച്ചിട്ടുണ്ട്. ധൃതരാഷ്ട്രന് കണ്ണ് കാണില്ല. ഗാന്ധാരിയാണെങ്കിൽ തൻ്റെ ഭർത്താവിന് ഇല്ലാത്തതായ സൗഭാഗ്യം തനിക്കും വേണ്ട എന്ന ദൃഢനിശ്ചയത്തിൽ തൻ്റെ കണ്ണുകളെ അന്ന് തന്നെ പരിപൂർണമായിട്ടും കെട്ടിക്കളഞ്ഞതാണ്. അങ്ങനെ കാഴ്ചയില്ലാത്ത ആ രണ്ട് ആളുകൾക്കും കാഴ്ചയായിട്ട് മുന്നാലെ കുന്തി നടക്കുന്നു. കുന്തി കാട്ടിലേക്ക് ധൃതരാഷ്ട്രരോടും ഗാന്ധാരിയോടുമൊപ്പം പോകും എന്ന് പാണ്ഡവന്മാർ പ്രതീക്ഷിച്ചില്ല. ആരും പ്രതീക്ഷിച്ചില്ല. വിതുരനും സഞ്ജയനും കാനനത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തതാ കൂടെ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കുന്തി പോകും എന്ന് കരുതിയില്ല. അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ അമ്മയോട് ഹസ്തിനാപുരത്തേക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങി വരാനായിട്ട് അഭ്യർത്ഥിക്കുന്നത്. കുന്തി ആ അവസരത്തിൽ തൻ്റെ നടത്ത നിർത്തിയില്ല. എത്ര വേഗത്തിലാണോ നടന്നു വരുന്നത് അതേ വേഗത്തിൽ തന്നെ ഒരു ഭാവഭേദവും കൂടാതെ മുന്നോട്ട് നടക്കുകയാണ് കുന്തി. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് കുന്തി യുധിഷ്ഠിരൻ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഓരോന്നിൻ്റെയും പ്രാധാന്യം പുരസ്കരിച്ചിട്ട് ക്രമത്തിൽ പറഞ്ഞു കേൾപ്പിക്കും. അത് കുന്തി പറയുമ്പോഴാണ് കുന്തിയും കാട്ടിലേക്ക് തപസ്സിനായി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം പാണ്ഡവന്മാർക്കെല്ലാം ഉറപ്പായി തീരുന്നത്. കുന്തി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, യുധിഷ്ഠിരനെ അങ്ങനെ സംബോധന ചെയ്യുകയാണ്. അല്ലയോ മഹാരാജാവേ, സഹദേവേ മഹാരാജ, മാ അപ്രസാദം കഥാകുചിത്. അല്ലയോ മഹാരാജാവേ, ഒരിക്കലും ഒരവസരത്തിലും ഒരു കാരണവശാലും ഇളയ അനുജനായിരിക്കുന്ന സഹദേവനോട് അങ്ങ് അനിഷ്ടം ഭാവിക്കരുത്. സഹദേവനെ പറ്റി അനിഷ്ടം തോന്നരുത്. എപ്പോഴും സഹദേവനിൽ പ്രസന്നനായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ സഹദേവൻ കുഞ്ഞാണ്. ആ ഒരു വാത്സല്യം എപ്പോഴും സഹദേവനിൽ ചൊരിയണം. യേശമാം അനിരുക്തോഹി രാജൻ സ്വാം ചൈവ സർവദ. ഈ സഹദേവന് എന്നോട് വളരെയേറെ സ്നേഹമാണ്. അതേപോലെ അല്ലയോ മഹാരാജാവേ, അങ്ങയോടും വളരെയേറെ സ്നേഹമാണ്, ആദരവാണ്. സഹദേവൻ്റെ ആ സ്നേഹത്തെ അങ്ങ് ഭംഗിയായി ഓർക്കണം എപ്പോഴും. അതിനാൽ വാത്സല്യം, സ്നേഹം എപ്പോഴും സഹദേവനിൽ ചൊരിയണം. എപ്പോഴും കുന്തി ചിന്തിക്കുന്നത് സഹദേവൻ്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ചാണ്. അമ്മയില്ലാതെ വളർന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിന് അമ്മയുടെ ആ വാത്സല്യം പകർന്നു കൊടുത്തത് കുന്തിയാണ്. തൻ്റെ അനുജത്തിയായ മാദ്രിക്ക് ദുഃഖം വരരുത്, അത് കുന്തിക്ക് ഓരോ നിമിഷവും ചിന്തയുണ്ട്. അതുകൊണ്ട് സഹദേവൻ്റെയും നകുലൻ്റെയും കാര്യം വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് കുന്തി എപ്പോഴും നോക്കിപ്പോന്നിട്ടുണ്ട് അന്നു മുതൽ. വിശേഷിച്ചും സഹദേവൻ്റെ കാര്യം. അവർക്ക് രണ്ടുപേർക്കുമാണെങ്കിൽ കുന്തിയോട് അങ്ങേയറ്റം ആദരവാണ്, സ്നേഹമാണ്. വിശേഷിച്ചും സഹദേവൻ്റെ സ്നേഹം, കുന്തിയോടുള്ള സ്നേഹം ഒന്ന് പ്രത്യേകം തന്നെയാണ്. കുടുംബ ബന്ധത്തിലെ ആ സ്നേഹ സ്വരൂപം അത് നമുക്ക് ഈ സന്ദർഭത്തിൽ നന്നായിട്ട് കാണാം. അതുകൊണ്ട് കാനനത്തിലേക്ക് പോകുന്ന കുന്തി യുധിഷ്ഠിരന് കൊടുക്കുന്നതായ നിർദ്ദേശങ്ങളിൽ ആദ്യത്തേത്, എപ്പോഴും സഹദേവനാണ് ആദ്യ സ്ഥാനം കുന്തി കൊടുക്കുക. ആദ്യത്തേത് സഹദേവൻ്റെ കാര്യമാണ്. എപ്പോഴും
സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി സഹദേവനെ നോക്കണം. അടുത്തത് കുന്തി പറയുന്നത് കർണൻ്റെ കാര്യമാണ്. കർണം സ്മരേധാ സതതം സംഗ്രാമേഷു അപലായനം. അല്ലയോ യുധിഷ്ഠിര, പടക്കളങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞോടാത്തവനായ കർണനെ, ലോകം കണ്ട വിലാളി വീരന്മാരിൽ മുമ്പനായിരിക്കുന്ന കർണനെ എപ്പോഴും നീ ഓർമ്മിക്കണം, ഒരിക്കലും മറന്നു പോകരുത്. ആ കർണൻ യുധിഷ്ഠിരന് ജ്യേഷ്ഠനാണ് എന്ന് യുധിഷ്ഠിരൻ അറിയുന്നത് യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. മരിച്ചുപോയ ബന്ധുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദകക്രിയ ചെയ്യാൻ എല്ലാവരും ഒരുമിച്ച് അവിടെ യമുനാതീരത്ത് എത്തുമ്പോഴാണ്, അവിടെ വച്ചിട്ടാണ് കുന്തി യുധിഷ്ഠിരനോട് പറയുന്നത്, ആദ്യം നീ തർപ്പണം ചെയ്യേണ്ടത് കർണന് വേണ്ടിയിട്ടാണ്. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ അമ്പരന്നു. തൻ്റെ പരമശത്രുവായിരുന്നു കർണൻ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നിരിക്കവേ ആദ്യം കർണന് വേണ്ടിയിട്ട് ഉദകക്രിയ ചെയ്യണമെന്ന് അമ്മ പറഞ്ഞതിൻ്റെ കാരണം, ആദ്യം ദുര്യോധനൻ ഉദകക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യുധിഷ്ഠിരൻ്റെ തുടക്കം. അപ്പോഴാണ് കുന്തി ആ യാഥാർത്ഥ്യം യുധിഷ്ഠിരനോട് പറയുന്നത്. അത് കേട്ട് യുധിഷ്ഠിരൻ തകർന്നു. തൻ്റെ ഇളയ അനുജനായ അർജുനനെ കൊണ്ട് കർണനെ കൊല്ലിച്ചത് താൻ തന്നെയാണ്. എന്തുകൊണ്ട് അമ്മ ഇത് നേരത്തെ എന്നോട് പറഞ്ഞില്ല? യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ്റെ മനസ്സിലെ തീരാത്ത ദുഃഖം കർണവധമാണ്. അതാണ് ബന്ധുജനങ്ങളോട് യുധിഷ്ഠിരന് ഉള്ളതായ സ്നേഹം. ഇവിടെ ഈ അവസരത്തിൽ സഹദേവൻ്റെ കാര്യം പറഞ്ഞ ശേഷം കുന്തി അടുത്ത് പറയുന്നത് കർണൻ്റെ കാര്യമാണ്. കുന്തിയുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായ ദുഃഖം കർണന് സംഭവിച്ചതായ ആ ജീവിതത്തിലെ ക്ലേശങ്ങളാണ്. അതിനെല്ലാം കാരണം താൻ തന്നെയാണല്ലോ എന്നുള്ളതായ വിചാരവും. അതുകൊണ്ട് എപ്പോഴും കുന്തി കർണൻ്റെ കാര്യം പ്രത്യേകമായിട്ട് തൻ്റെ പുത്രന്മാരോട് പറയും. യുധിഷ്ഠിരനോട് അത് തന്നെ പറഞ്ഞു. ആ കർണൻ്റെ കാര്യം നീ ഒരിക്കലും മറക്കരുത്, എപ്പോഴും അവനെ സ്നേഹത്തോടു കൂടിയിട്ട് ഓർമ്മിക്കണം. അവനങ്ങനെ ഒരു ദുർഗതി ഉണ്ടായത് എൻ്റെ തെറ്റുകൊണ്ടാണ്. അവകീർണോ ഹി സമരേ വീരോ ദുഷ്പ്രജ്ഞയാ തഥാ. അപ്പോൾ വേണ്ടുന്ന പ്രകാരത്തിലുള്ള ബുദ്ധിയുണ്ട് ഇല്ലാതിരുന്ന എൻ്റെ തെറ്റായിട്ടുള്ള ചിന്ത മൂലവും തെറ്റായിട്ടുള്ള പ്രവൃത്തി മൂലവുമാണ് ആ പടക്കളത്തിൽ വെച്ച് കർണൻ അങ്ങനെ മരിക്കേണ്ടതായിട്ട് വന്നത്. എന്തു ചെയ്യാം, അങ്ങനെ സംഭവിച്ചു. യുധിഷ്ഠിര, നീ എന്നും കർണനെ സ്നേഹത്തോടുകൂടി ഓർക്കണം. എൻ്റെ മനസ്സ് ഇരുമ്പ് പോലെ കഠോരമാണ് എന്ന് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ ചിന്തിച്ചു പോകുന്നു. ഇല്ലെങ്കിൽ കർണൻ്റെ ആ ദേഹവിയോഗം എനിക്കെങ്ങനെ സഹിക്കാൻ കഴിയും?